പോപ്പുലർ ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ തലപ്പാറയിൽ കഴിഞ്ഞ ദിവസം കാറും ബൈക്കും അപകടത്തെ തുടർന്ന് ബൈക്കിൽ നിന്ന് തോട്ടിലേക്ക് തെറിച്ചു വീണ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു. സംഭവസ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും വിവിധ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെയാണ് തിരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഈ സമയം വരെയും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് കാറും ബൈക്കും അപകടത്തിനിടെ ബൈക്കിലുണ്ടായിരുന്ന യാത്രക്കാരനായ യുവാവ് തോട്ടിലേക്ക് വീഴുന്നത്. ഇന്നലെ രാത്രി വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ തുടരുകയും വിവിധ സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഇന്നും തിരച്ചിൽ തുടരുകയാണ്. പോപ്പുലർ ന്യൂസിന് വേണ്ടി അൻസാർ ബുസ്താൻ. പക്ഷെ 12 ആളുകൾ 2 തോണിയിലായിട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. ബാക്കി 40ഓളം ആളുകൾ കരയിലുണ്ട്. ഇതുവരെ വെള്ളത്തിൽ വീണ സ്ഥലം മുതൽ ഏകദേശം 100 മീറ്ററോളം അടിയിൽ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. 2 ബെൻഡ് ഉള്ളത് കൊണ്ട് ഒഴുക്കിൽപ്പെട്ട് ദൂരേക്ക് പോകാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിലാണ് വീണ്ടും ആ ഭാഗത്ത് തന്നെ തെരച്ചിൽ നടത്തുന്നത്. വൈകിട്ടോടുകൂടി ബോഡി പൊന്നാൻ സാധ്യതയും ദൂരത്തേക്ക് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷം നീങ്ങാനുള്ള തീരുമാനം. ഏതായാലും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ട്രോമ കെയർ ടീമും അതുപോലെ നാട്ടുകാരും വലിയ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതാനും നിമിഷം തന്നെ കണ്ടെത്തുന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ മുഴുവൻ ഉള്ളത്.